അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്തായി ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചു. അതായത് നമ്മുടെ മക്കളെക്കുറിച്ച്. ഇപ്പോൾ സ്കൂളിലൊക്കെ ലീവാണല്ലോ. അപ്പോൾ സ്കൂളിലേക്കൊക്കെ ലീവായപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മുടേതായിരിക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതായിരിക്കുന്ന പല സ്വഭാവങ്ങളും കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. ബലാൽ മക്ക എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെതായിരിക്കുന്ന ഗ്ലാസ് പൊളിക്കുന്നു, അതേപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഉപദ്രവം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്. തീർത്തും അത് ഒരു തെറ്റായ ഒരു പാട്ടാണ്. കാരണം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. എത്രയോ ആൾക്കാർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഉണ്ട്, എത്രയോ ആൾക്കാർ. അപ്പോൾ റബ്ബി ഹബ്ലി മിന സ്വാലിഹിൻ, മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്, അള്ളാഹുവെ നീ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ, ഒരു കുട്ടിയെ തരണമെന്നാണ് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. വർഷങ്ങളോളം ദുആ ചെയ്തു എന്നാണ്. റബ്ബി ഹബ്ലി മിന സ്വാലിഹിൻ, അള്ളാഹുവെ ഒരു സ്വാലിഹായ കുട്ടിയെ തരണമെന്ന്. മാത്രമല്ല റബ്ബനാ ഹബലന മിൻ അസ്വാജിന വസുർരിയാത്തിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവെ എനിക്ക് എൻ്റെ ഭാര്യയിലും അതേപോലെ തന്നെ എൻ്റെ മക്കളിലും നീ കൺകുളിർമ തരണം തമ്പുരാനെ. അതേപോലെ തന്നെ എന്നെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന മക്കളെക്കുറിച്ച് നല്ല ഒരു വിചാരമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ചിലപ്പോൾ മക്കളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ കാണിക്കുന്നവരുണ്ടാകാം. അപ്പോൾ മക്കളങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നാം ഒരിക്കലും മക്കൾ ബലാലാണ്, അതേപോലെ തന്നെ അവർ ഹലാക്കാണ് എന്നൊക്കെ നാം പറയാൻ പാടില്ല. ഒരിക്കലും അത് പറയുന്നത് ശരിയല്ല. മക്കളാകുമ്പോൾ മക്കളുടേതായിരിക്കുന്ന സ്വഭാവം കാണിക്കും. അസ്വബിയു സ്വബിയൻ വലൂക്കാന നബി എന്ന. ഒരു നബിയാണെങ്കിലും ശരി, കുട്ടി എപ്പോഴും കുട്ടി തന്നെയാണ്. കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രായത്തിലുള്ളതായിരിക്കുന്ന ആ സ്വഭാവം അവർ കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചു, എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാം ഒരിക്കലും അവരെ ശാസിക്കാൻ പാടില്ല. അവർക്ക് എതിരായിട്ട് ഒരിക്കലും നാം ഒരു കാര്യവും നാം പറയാൻ പാടില്ല. കാരണം നമ്മുടെ മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു നിധിയാണ്. മാത്രമല്ല നാളെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു നിധിയാണ് ഞങ്ങൾക്ക്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോയി 3 കാര്യങ്ങൾ വെച്ച്. അതിൽ ഒന്ന് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് വലതും സ്വാലിഹായ മക്കളാണ്. അപ്പോൾ നാം എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ട് നാം എപ്പോഴും ദുആ ചെയ്യേണ്ടവരാണ്. അല്ലാതെ മക്കളെ ഒരിക്കലും ശാസിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.